എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ചരിത്രമുറങ്ങുന്നതും മനോഹരവുമായ മണ്ണിൽ ഭാരതവും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ആവേശഭരിതമായ ഒന്നാം ടെസ്റ്റ് മത്സരത്തിന്റെ അതിനിർണായകമായ മൂന്നാം ദിനത്തിലേക്ക് കളി ഇന്ന് കടന്നിരിക്കുകയാണ്. ഭാരതീയ സ്വാതന്ത്ര്യദിനത്തിന്റെ പവിത്രമായ മുഹൂർത്തത്തിൽ ആരംഭിച്ച ഈ ക്രിക്കറ്റ് പോരാട്ടം ഇന്ന് തികച്ചും ആകാംക്ഷാനിർഭരവും മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതുമായ ഒരു തിരിവിലാണ് എത്തിനിൽക്കുന്നത്. കളിയുടെ രണ്ടാം ദിനത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണെങ്കിൽ ഭാരതീയ ടീം തങ്ങളുടെ ആദ്യ ഇന്നിംഗ്സിൽ 135.5 ഓവറുകളിൽ 535 റൺസ് എന്ന ഹിമാലയൻ സ്കോർ പടുത്തുയർത്തി ഒരു എവറസ്റ്റ് കൊടുമുടി തന്നെ പടുത്തുയർത്തിയിരുന്നു. ഭാരതത്തിനുവേണ്ടി യശസ്വി ജയ്സ്വാൾ പുറത്തെടുത്ത 185 റൺസിന്റെ ഇതിഹാസ കാവ്യതുല്യമായ ഇന്നിംഗ്സും ദേവ്ദത്ത് പടിക്കലിന്റെ ക്ലാസിക് സെഞ്ചുറിയും അരങ്ങേറ്റക്കാരനായ 15-കാരൻ അത്ഭുതബാലൻ വൈഭവ് സൂര്യവംശിയുടെ ചരിത്രപരമായ 75 റൺസിന്റെ സംഭാവനയും മധ്യനിരയിൽ KL രാഹുൽ, ഋഷഭ് പന്ത് എന്നിവർ നേടിയ മികച്ച അർദ്ധ സെഞ്ചുറികളും ചേർന്നാണ് ഭാരതീയ ടീമിനെ തകർക്കാനാവാത്ത വിധം സുരക്ഷിതമായൊരു ഭദ്രസ്ഥാനത്തെത്തിച്ചത്. ഇതിനു മറുപടിയായി രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക തങ്ങളുടെ ആദ്യ ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 95 റൺസ് എന്ന നിലയിലായിരുന്നു. ക്രീസിൽ ഉറച്ചുനിന്ന ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ പാഥും നിസംഗ 50 റൺസുമായും കുശാൽ മെൻഡിസ് 15 റൺസുമായും പുറത്താകാതെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മൂന്നാം ദിനം രാവിലെ മുതൽ ഗാലയിൽ കടുത്ത സൂര്യതാപമാണ് അനുഭവപ്പെടുന്നത്. തീരദേശ കാറ്റിനൊപ്പം പിച്ചിലെ വിള്ളലുകൾ കൂടുതൽ ആഴമുള്ളതായി മാറിയിരിക്കുന്നു. മൂന്നാം ദിനം മുതൽ ഭ്രമണം ചെയ്യുന്ന ഈ ഗാലി പിച്ചിൽ സ്പിന്നർമാരുടെ ആധിപത്യം ആരംഭിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശ്രീലങ്കൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ 535 റൺസ് എന്ന കൂറ്റൻ സ്കോറിനോട് തങ്ങളുടെ ഇന്നിംഗ്സിനെ പരമാവധി അടുപ്പിക്കുക എന്നതായിരിക്കും ഇന്നത്തെ ലക്ഷ്യം. എന്നാൽ ഭാരതീയ നായകൻ ശുഭ്മൻ ഗില്ലും അദ്ദേഹത്തിന്റെ മാരകമായ സ്പിൻ നിരയും രാവിലത്തെ ആദ്യ സെഷനിൽ തന്നെ ലങ്കൻ ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലൊടിച്ച് വലിയൊരു ആദ്യ ഇന്നിംഗ്സ് ലീഡ് സ്വന്തമാക്കാനുള്ള കടുത്ത ഉറപ്പിലാണ്. കൃത്യം രാവിലെ 10 മണിക്ക് തന്നെ മൂന്നാം ദിനത്തിലെ കളി ആരംഭിച്ചപ്പോൾ പുറത്താകാതെ നിന്ന ശ്രീലങ്കൻ ബാറ്റർമാരായ പാഥും നിസംഗയും കുശാൽ മെൻഡിസും ക്രീസിലേക്ക് ഇറങ്ങി. രാവിലത്തെ പുതിയ സാഹചര്യങ്ങൾ മുതലാക്കാൻ ഭാരതീയ നായകൻ ശുഭ്മൻ ഗിൽ ഒരറ്റത്ത് നിന്ന് തന്റെ പ്രധാന പേസർ മുഹമ്മദ് സിറാജിനെയും മറുഅറ്റത്ത് നിന്ന് ഇന്നലത്തെ വിജയിച്ച ബൌളർ സർ രവീന്ദ്ര ജഡേജയെയും പന്തേൽപ്പിച്ചു. മുഹമ്മദ് സിറാജ് തുടക്കം മുതൽ തന്നെ മണിക്കൂറിൽ 145 കിലോമീറ്റർ വേഗത്തിൽ വരുന്ന തന്റെ മൂർച്ചയേറിയ ഇൻസ്വിംഗ് പന്തുകളിലൂടെ നിസംഗയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചപ്പോൾ മറുഅറ്റത്തെ രവീന്ദ്ര ജഡേജ തന്റെ പാരമ്പര്യമായ അച്ചടക്കമുള്ള ലൈനിലും ലെങ്തിലും ടേണും ബൗൺസും സമന്വയിപ്പിച്ച് എറിഞ്ഞു. മൂന്നാം ദിനത്തിലെ ആദ്യ 5 ഓവറുകളിൽ ലങ്കൻ ബാറ്റർമാർ തികച്ചും പ്രതിരോധാത്മകമായ തന്ത്രമാണ് പുറത്തെടുത്തത്. അപകട സാധ്യതകൾ പൂർണ്ണമായും ഒഴിവാക്കി ഭാരതീയ ബൌളർമാരെ അവർ വളരെ ശ്രദ്ധയോടെ നേരിട്ടു. 10 ഓവറുകൾ നീണ്ട കടുത്ത പോരാട്ടത്തിനു ശേഷം ശ്രീലങ്ക തങ്ങളുടെ സ്കോർ 120ലേക്ക് എത്തിച്ചു. രണ്ടാം വിക്കറ്റിൽ നിസംഗയും കുശാൽ മെൻഡിസും തമ്മിലുള്ള അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും ഇതോടെ പൂർത്തിയായി. സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ ബൌളിംഗിൽ മാറ്റം വരുത്തി തങ്ങളുടെ ചൈനാമാൻ ബൌളർ കുൽദീപ് യാദവിനെ ആദ്യമായി ബൌളിംഗ് ആക്രമണത്തിൽ കൊണ്ടുവന്നു. കുൽദീപ് വന്നപാടെ തന്റെ മാന്ത്രിക സ്പിൻ തരംഗം സൃഷ്ടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആദ്യ പന്ത് തന്നെ പിച്ച് ചെയ്ത് വേഗത്തിൽ പുറത്തേക്ക് തിരിഞ്ഞു. മെൻഡിസ് ബാക്ക് ഫുട്ടിൽ പോയി അത് പ്രതിരോധിച്ചു. എന്നാൽ ടീം സ്കോർ 128-ൽ നിൽക്കെ ഭാരതത്തിന് അന്നത്തെ ദിവസത്തെ ആദ്യത്തെയും ഏറ്റവും വലിയ വിജയലക്ഷ്യവും ലഭിച്ചു. കുൽദീപ് യാദവ് എറിഞ്ഞ ലൂപ്പ് ചെയ്ത ഗൂഗ്ലി പന്തിൽ പാഥും നിസംഗ പൂർണ്ണമായും കബളിപ്പിക്കപ്പെട്ടു. പന്തിന്റെ ഫ്ലൈറ്റ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ ഫ്രണ്ട് ഫുട്ടിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ച നിസംഗയുടെ ബാറ്റിന്റെ അരികിൽ തട്ടിയ പന്ത് ഷോർട്ട് ലെഗിൽ ജാഗരൂകനായി നിന്ന 15-കാരൻ വൈഭവ് സൂര്യവംശിയുടെ കൈകളിലേക്ക് കുതിച്ചു. യാതൊരു പിഴവും വരുത്താതെ തറയോട് ചേർന്ന് അത്ഭുതകരമായ ഡൈവിംഗ് ക്യാച്ചിലൂടെ വൈഭവ് അത് കൈപ്പിടിയിലൊപ്പിച്ചു. 62 റൺസിന്റെ മികച്ച ഇന്നിംഗ്സ് അവസാനിപ്പിച്ച് പാഥും നിസംഗ പെവലിയനിലേക്ക് മടങ്ങി. വൈഭവിന്റെ ഈ മികച്ച ക്യാച്ചിനെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും കുൽദീപും അഭിനന്ദിക്കുകയും ഭാരതീയ ക്യാമ്പ് സന്തോഷത്താൽ തുള്ളിച്ചാടുകയും ചെയ്തു. പാഥും നിസംഗ പുറത്തായതിനു ശേഷം ശ്രീലങ്കൻ ബാറ്റിംഗ് നിരയ്ക്ക് സ്ഥിരത നൽകാൻ പരിചയസമ്പന്നനായ ദിനേശ് ചാന്ദിമൽ നാലാമനായി കളത്തിലിറങ്ങി. തിരിയുന്ന പിച്ചിൽ ക്രീസിലെത്തിയ ചാന്ദിമൽ കടുത്ത ജാഗ്രത പുലർത്തുകയും കുൽദീപിന്റെ ടേണും ബൗൺസും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മറുഅറ്റത്ത് ഉറച്ചുനിന്ന ഓപ്പണർ കുശാൽ മെൻഡിസ് ആത്മവിശ്വാസത്തോടെ കാണപ്പെട്ടു. ജഡേജയുടെ ഒരു ഓവർ പിച്ച് പന്തിൽ മികച്ച ഫുട്വർക്കിലൂടെ കവേഴ്സിനും മിഡോണിനും ഇടയിലൂടെ അദ്ദേഹം പായിച്ച ഓൺ ഡ്രൈവ് റോക്കറ്റ് വേഗത്തിൽ ബൗണ്ടറി കടന്നു. ഈ മനോഹര ഫോറിലൂടെ മെൻഡിസ് ഉത്തരവാദിത്വമുള്ള മറ്റൊരു ടെസ്റ്റ് അർദ്ധ സെഞ്ചുറി തികച്ചു. തുടർന്ന് മെൻഡിസും ചാന്ദിമലും ചേർന്ന് ലങ്കൻ ഇന്നിംഗ്സിനെ കരകയറ്റാൻ ശ്രമിക്കുകയും ഭാരതീയ സ്പിന്നർമാർക്കെതിരെ ക്ഷമയോടെ ബാറ്റ് ചെയ്ത മൂന്നാം വിക്കറ്റിൽ കരുത്തുറ്റ കൂട്ടുകെട്ട് പടുത്തുയർത്തുകയും ചെയ്തു. സ്പിൻ ചതിക്കുഴകളെ നേരിടാൻ രണ്ടുപേരും സ്വീപ്പ്, പാഡിൽ സ്വീപ്പ് ഷോട്ടുകളെ ധാരാളമായി ആശ്രയിച്ചതോടെ ഭാരതീയ ബൌളർമാർക്ക് തങ്ങളുടെ ലൈനും ലെങ്തും മാറ്റേണ്ടി വന്നു.
ആകാംക്ഷ നിറഞ്ഞ 15 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എന്ന പോരാത്ത വീര്യമുള്ള സ്കോറിലേക്ക് ശ്രീലങ്ക എത്തിയിരുന്നു. അർദ്ധ സെഞ്ചുറി നേടി പൂർണ്ണമായും ക്രീസിൽ നിലയുറപ്പിച്ച മെൻഡിസ് പിന്നീട് അദ്ദേഹത്തിന്റെ ആക്രമണകാരി രൂപം പുറത്തെടുത്തു. കുൽദീപ് യാദവിന്റെ ഒരു ഓവർ പിച്ച് പന്തിൽ മുന്നോട്ട് കയറി ലോങ് ഓൺ ബൗണ്ടറിക്ക് മുകളിലൂടെ മനോഹരമായൊരു കൂറ്റൻ സിക്സർ പറത്തിയത് ഗാലെ സ്റ്റേഡിയത്തിലെ ലങ്കൻ കാണികൾ ആവേശഭരിതരായി. അടുത്ത ഓവറിൽ ദിനേശ് ചാന്ദിമലും ജഡേജയ്ക്കെതിരെ തുടർച്ചയായി 2 മനോഹരമായ ഫോറുകൾ നേടി ഭാരതത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചു. എന്നാൽ ഈ കൂട്ടുകെട്ട് അപകടകരമായി വളരുമെന്ന ഘട്ടത്തിൽ സ്കോർ 175-ൽ നിൽക്കെ രവീന്ദ്ര ജഡേജ തന്ത്രപരമായ പന്തിൽ മെൻഡിസിനെ പുറത്താക്കി. റൗണ്ട് ദ വിക്കറ്റിൽ നിന്ന് എറിഞ്ഞ വേഗമുള്ള ആം ബോൾ ടേൺ ചെയ്യാതെ നേരെ അകത്തേക്ക് കയറി മെൻഡിസിന്റെ പാഡിൽ പതിച്ചു. ഭാരതീയ കളിക്കാരുടെ കടുത്ത അപ്പീലിൽ അമ്പയർ വിരലുയർത്തി. 110 പന്തുകളിൽ നിന്ന് 6 ഫോറുകളും 1 സിക്സറും അടക്കം 58 റൺസ് നേടിയാണ് മെൻഡിസ് മടങ്ങിയത്. തുടർന്ന് ലങ്കൻ നായകൻ ധനഞ്ജയ ഡി സിൽവ 5-ാമനായി കളത്തിലിറങ്ങി. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക 3 വിക്കറ്റിന് 195 റൺസ് എന്ന നിലയിലായിരുന്നു. ചാന്ദിമൽ 35 റൺസും ധനഞ്ജയ 10 റൺസുമായും ക്രീസിലുണ്ടായിരുന്നു. ആദ്യ സെഷനിൽ ഭാരതീയ ബൌളർമാർ അച്ചടക്കമുള്ള ബൌളിംഗിലൂടെ 2 സുപ്രധാന വിക്കറ്റുകൾ വീഴ്ത്തി ആധിപത്യം നിലനിർത്തി. ലഞ്ച് ബ്രേക്കിന് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ പിച്ചിന്റെ മാറിയ സ്വഭാവം മനസ്സിലാക്കിയ ഗിൽ ജഡേജയെയും കുൽദീപിനെയും ഇരുവശത്തു നിന്നും ആക്രമണത്തിന് നിയോഗിച്ചു. പിച്ചിൽ നിന്ന് പൊടിപടലങ്ങൾ ഉയർന്നതും അസമമായ ബൗൺസ് അനുഭവപ്പെടുകയും ചെയ്തു. പ്രതികൂല സാഹചര്യത്തിലും ചാന്ദിമലും ധനഞ്ജയനും ചെറുത്തുനിൽപ്പ് തുടർന്ന് 60 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. ഇതിനിടയിൽ ചാന്ദിമൽ 125 പന്തുകളിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ലങ്കൻ സ്കോർ 234-ൽ എത്തിയപ്പോൾ കുൽദീപ് യാദവ് ഒരു മാന്ത്രിക പന്തിൽ മത്സരത്തിന്റെ ഗതി തിരിച്ചുവരച്ചു. കടുത്ത ടേൺ എടുത്ത പന്തിൽ ചാന്ദിമൽ കബളിപ്പിക്കപ്പെട്ടു. ബാറ്റിന്റെ അരികിൽ തട്ടിയ പന്ത് സ്ലിപ്പിൽ KL രാഹുൽ കൈപ്പിടിയിലൊപ്പിച്ചു. 52 റൺസ് എടുത്താണ് ചാന്ദിമൽ മടങ്ങിയത്. ഇതോടെ ലങ്കൻ മധ്യനിര തകരാൻ തുടങ്ങി. ഫോമിലുള്ള കാമിന്ദു മെൻഡിസ് ക്രീസിലെത്തിയെങ്കിലും ജഡേജയുടെ പന്തിൽ വലിയ ഷോട്ടിന് ശ്രമിക്കവേ ക്രീസിന് പുറത്തിറങ്ങിയതിനെ ഋഷഭ് പന്ത് സ്റ്റംപ് ചെയ്ത് പുറത്താക്കി. 8 റൺസ് മാത്രമാണ് കാമിന്ദു നേടിയത്. തുടർന്നെത്തിയ വിക്കറ്റ് കീപ്പർ നിരോഷൻ ഡിക്വല്ല അക്കൗണ്ട് തുറക്കും മുൻപ് വാഷിംഗ്ടൺ സുന്ദറിന്റെ ബൗൺസ് പന്തിൽ ഷോട്ട് ലെഗിൽ വൈഭവ് സൂര്യവംശിക്ക് ലളിതമായ ക്യാച്ച് നൽകി മടങ്ങി. 255-ൽ 6-ാം വിക്കറ്റും 260-ൽ 7-ാം വിക്കറ്റും വീഴുന്നു. ഒരു വശത്ത് വിക്കറ്റുകൾ കൊഴിയുമ്പോഴും നായകൻ ധനഞ്ജയ ഡി സിൽവ ഒറ്റയ്ക്ക് പൊരുതി സ്കോർ 280 കടത്തി. എന്നാൽ രമേശ് മെൻഡിസിനെ സിറാജ് റിവേഴ്സ് സ്വിംഗ് യോർക്കറിലൂടെ ബൌൾഡാക്കി പ്രഭാത് ജയസൂര്യയെ കുൽദീപ് LBW-ൽ കുടുക്കി. ഒടുവിൽ 42 റൺസ് എടുത്ത ധനഞ്ജയയെ ജഡേജ ബൌൾഡാക്കിയതോടെ ശ്രീലങ്കയുടെ ആദ്യ ഇന്നിംഗ്സ് 94.2 ഓവറിൽ 295 റൺസിന് അവസാനിച്ചു. ഭാരതത്തിനായി കുൽദീപ് യാദവ് 4 വിക്കറ്റും രവീന്ദ്ര ജഡേജ 3 വിക്കറ്റും നേടി. സിറാജിനും സുന്ദറിനും ഓരോ വിക്കറ്റ് വീതം ലഭിച്ചു. ആദ്യ ഇന്നിംഗ്സ് അടിസ്ഥാനത്തിൽ ഭാരതത്തിന് 240 റൺസിന്റെ കൂറ്റൻ ചരിത്ര ലീഡ് ലഭിച്ചു. ശ്രീലങ്കയ്ക്ക് ഫോളോ ഓൺ നൽകാൻ അവസരമുണ്ടായിരുന്നെങ്കിലും 4-ാം ദിനത്തിലെയും 5-ാം ദിനത്തിലെയും പിച്ചിന്റെ സ്വഭാവം കണക്കിലെടുത്ത് ഭാരതീയ മാനേജ്മെന്റും കോച്ച് ഗൗതം ഗംഭീറും ഫോളോ ഓൺ നൽകാതെ വീണ്ടും ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ചായയ്ക്ക് ശേഷം 2-ാം ഇന്നിംഗ്സ് ആരംഭിച്ച ഭാരതത്തിനായി യശസ്വി ജയ്സ്വാളും 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയും വീണ്ടും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തു. അസിത ഫെർണാണ്ടോ എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ വൈഭവ് മനോഹരമായ സ്ട്രെയിറ്റ് ഡ്രൈവിലൂടെ 4 നേടി ഭാരതത്തിന്റെ അക്കൗണ്ട് തുറന്നു. മറുവറ്റത്തെ ജയസ്വാളും ആക്രമണകാരി മൂഡിലായിരുന്നു. ജയസൂര്യയുടെ പന്തിൽ വൈഭവ് ഒരു ഗഗനചുംബിയായ 90 മീറ്റർ സിക്സർ പറത്തിയപ്പോൾ ഗൗതം ഗംഭീറും ഗില്ലും കൈയടിച്ചു. 8 ഓവറിൽ ഭാരതം 50 കടന്നു. എന്നാൽ സ്കോർ 58-ൽ നിൽക്കെ 32 റൺസ് നേടിയ ജയ്സ്വാൾ ജയസൂര്യയുടെ പന്തിൽ സ്ലിപ്പിൽ ധനഞ്ജയയ്ക്ക് ക്യാച്ച് നൽകി. തുടർന്ന് ദേവ്ദത്ത് പടിക്കൽ ക്രീസിലിറങ്ങി. വൈഭവും പടിക്കലും ചേർന്ന സ്കോർ 100 കടത്തി. 3-ാം ദിനം കളിമെർത്തുമ്പോൾ ഭാരതം 2-ാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 28 ഓവറിൽ 115 റൺസ് നേടിയിട്ടുണ്ട്. ക്രീസിൽ വൈഭവ് സൂര്യവംശി 68 പന്തിൽ 4 ഫോറും 1 സിക്സറും അടക്കം 48 റൺസോടെയും ദേവ്ദത്ത് പടിക്കൽ 32 റൺസോടെയും പുറത്താകാതെ നിലയുറപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഭാരതത്തിന് 355 റൺസിന്റെ മൊത്തം ലീഡുണ്ട്. 9 വിക്കറ്റുകൾ ശേഷിക്കുന്നു. 3-ാം ദിനം പൂർണ്ണമായും ഭാരതത്തിന് സ്വന്തമായിരുന്നു. 4-ാം ദിനം രാവിലെ ലീഡ് 450 കടത്തി ഡിക്ലെയർ ചെയ്യാനായിരിക്കും ഭാരതത്തിന്റെ ശ്രമം. തുടർന്ന് ഗാലയിലെ ഈ തകർന്ന പിച്ചിൽ ലങ്കയ്ക്ക് അസാധ്യമായൊരു ലക്ഷ്യം നൽകാൻ ഗില്ലിന് സാധിക്കും. കുൽദീപ് യാദവും രവീന്ദ്ര ജഡേജയും പന്ത് തിരിക്കുന്ന രീതി കാണുമ്പോൾ ഈ 1-ാം ടെസ്റ്റിൽ ഭാരതം ഒരു വലിയ ചരിത്ര വിജയത്തിലേക്ക് ഉറച്ച ചുവടുകളോടെ മുന്നേറുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.